അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാൻ വരികയാണ്. അപ്പോൾ സിസ്റ്റർ പറയാണ്, കൂടുതൽ സമയം പേഷ്യൻ്റായിട്ട് സംസാരിക്കല്ലേ, 5 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ, അതിനകം സംസാരിച്ച് ഇറങ്ങണം എന്ന് പറയാണ്. അങ്ങനെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണുകയാണ്. എങ്ങനെയുണ്ട് ബാലേട്ട, ഇപ്പോൾ ഇച്ചിരി സമാധാനമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. സമാധാനം, അങ്ങ് ചത്തുപോയായിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ സങ്കടപ്പെടുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ പറയാണ്, ബാലേട്ടൻ ടെൻഷനൊന്നും അടിക്കേണ്ട, കേസിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. പിന്നെ ഈ കേസിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ, ചിലപ്പോൾ കാശിനെങ്ങാനും വേണ്ടിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ എന്ന് ഗോവർദ്ധൻ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഈ കേസിന് വേണ്ടി ഒരു കാശ് പോലും ചിലവാക്കല്ല, മാത്രമല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുകയും വേണമെന്ന് പറയാണ്. അപ്പം ഗോവർദ്ധൻ പറയാണ്, അതിന് മുമ്പ് നമുക്ക് രോഹിത്തിനെ ജാമ്യത്തിലിറക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, ജാമ്യത്തിലിറക്കണ്ട എന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ അവൻ എൻ്റെ മോനല്ലേ, എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്ന് ബാലേന്ദ്രൻ സങ്കടത്തോടെ പറയുകയാണ്. എന്നാൽ ഇങ്ങനൊരു തെറ്റ് അവൻ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ സങ്കടപ്പെടുകയാണ്. അപ്പം ഗോവർദ്ധൻ ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുകയാണ്, ഞാൻ എത്ര വട്ടം അവനോട് പറഞ്ഞാൽ കൊല്ലപ്പള്ളിയിലെ ഹരിയുമായിട്ടുള്ള കൂട്ടുവിടാൻ, പക്ഷെ അവൻ കേട്ടില്ല, അതിൻ്റെയാണ് ഈ അനുഭവിക്കുന്നതെല്ലാം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം, രോഹിത്തിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടുന്നതെല്ലാം ഗോവർദ്ധൻ ചെയ്യണം എന്ന് പറയാണ്. ബാലേന്ദ്രൻ ഷോപ്പിലെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഗോവർദ്ധനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. കേസിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ഗോവർദ്ധനെ. ഗോവർദ്ധൻ പറയാണ്, ബാലേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യവും. പിന്നെ വീട്ടിൽ അലീന ഉണ്ടല്ലോ, അവളും നോക്കിക്കോളും വീട്ടിലെ കാര്യം. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അലീന ഉള്ളത് കൊണ്ട് വീട്ടിലെ കാര്യം എനിക്ക് ടെൻഷൻ ഇല്ല, എല്ലാവരുടെയും മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റല്ലേ എൻ്റെ മോൻ ചെയ്തേക്കുന്നത്. പിന്നെ ഗോവർദ്ധൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ മുറിയിൽ കയറി എല്ലാം തപ്പിപ്പറക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പേപ്പറോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ അലീന ഞെട്ടി നിൽക്കുകയാണ്. കൃഷ്ണമോൾക്ക് നല്ല ടെൻഷനുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ആര് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഹോസ്പിറ്റലായാലും എനിക്കിതൊന്നും ബാധകമല്ലെന്നും പറഞ്ഞാൽ ഇത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധൻ കടപ്പാട്ടൂരിലേക്ക് വരുമ്പോഴത്തേക്ക് കയറി വരുമ്പോഴേ കാണുന്നത് ബബിതയും കൃഷ്ണമോളുമാണ്. പിന്നെ കൃഷ്ണമോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഹോസ്പിറ്റലിൽ പോയോ, അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു മൈനർ അറ്റാക്ക് പോലെ വന്നത്, കുഴപ്പമില്ല, പിന്നെ രോഹിത്തിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനോടെ വന്നതാണെന്ന് പറയുകയാണ്. എന്നിട്ട് അലീന എവിടെയെന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോൾ പറയാണ്, അലീന ചേച്ചി മോളിലുണ്ട് എന്ന് പറയാണ്. ബബിത ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പോൾ അലീനയെ തിരക്കുന്നത് എന്ന് ചോദിക്കണം. അത് ആലേട്ടനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അത് അലീനയോട് പറയാനാണെന്ന് പറയാണ്. ബബിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബബിത ചോദിക്കുകയാണ്, എന്താ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അത് അലീനയോട് പറയണോ ബാലേട്ടൻ പറഞ്ഞതെന്ന് ഗോവർദ്ധൻ പറയുകയാണ്. അപ്പം ബബിത ചോദിക്കുകയാണ്, ഞങ്ങളെന്താ അച്ഛൻ്റെ മക്കളല്ലേ, അപ്പം ഞങ്ങളറിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. കൃഷ്ണമോൾ പറയാണ്, ബബിത ചേച്ചിക്ക് എന്തോത്തിൻ്റെ കുഴപ്പമാണ്, ആവശ്യമില്ല കാര്യത്തിന് എന്തിനാണ് വാശി പിടിക്കുന്നത്, അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യം അലീന ചേച്ചിയെടുത്ത് പറഞ്ഞേൽപ്പിക്കാൻ പറഞ്ഞു വിട്ടായിരിക്കും, അത് ചേച്ചിയോട് തന്നെ പറയട്ടെ, അതിപ്പോൾ നമുക്കറിയണമെന്ന് എന്താ ഇത്ര വാശി എന്ന് ചോദിക്കുകയാണ്. ബബിത പറയാണ്, നിനക്ക് വാശി കാണില്ല, പക്ഷേ എനിക്കറിയണമെന്നുണ്ട് എന്ന് പറയാണ്. അപ്പം ഗോവർദ്ധൻ പറയാണ്, എന്നോട് അലീനയോട് പറയാനാണ് പറഞ്ഞത്, ഞാൻ അലീനയോട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് കയറിപ്പോവാണ്. അതങ്ങോട്ട് ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബബിത ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. മോളിൽ ചെല്ലുമ്പോഴത്തേക്ക് അലീന എവിടെ നിൽപ്പുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ഗോവർദ്ധനെ കണ്ട ഉടനെ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിളെ ഹോസ്പിറ്റലിൽ പോയോ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, ഇച്ചിരിയെങ്കിലും സുഖമുണ്ടോ, എന്തോ പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ രോഹിത്തിൻ്റെ ഈ പോലീസ് കേസ് ബാലേട്ടനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അലീന പറയാണ്, അച്ഛനെ ആകപ്പാടെ തകർന്നു പോയി, രോഹിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും അച്ഛൻ്റെ മുന്നിൽ ഇട്ട് പോലീസ് അടിക്കുന്നതൊക്കെ അച്ഛനെ ആകപ്പാടെ തളർത്തിയെന്ന് അലീന പറയുകയാണ്. അപ്പം ഗോവർദ്ധൻ പറയാണ്, എങ്ങനെ വളർത്തിയതാ രോഹിത്തിനെയൊക്കെ, പിന്നെ എങ്ങനെ ബാലേട്ടൻ തകരാതിരിക്കുന്നതെന്ന് ഗോവർദ്ധൻ പറയാണ്. ഗോവർദ്ധൻ പറയാണ്, ബാലേട്ടൻ എന്നോട് പറഞ്ഞത് ആദ്യം വിചാരിച്ചത് അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടെന്നാണ്, പക്ഷേ മോനായി പോയില്ലേ, ജാമ്യത്തിൽ ഇറക്കാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഒരു വക്കീലിനെ കണ്ട് ജാമ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞെന്ന് ഗോവർദ്ധൻ അലീനയോട് പറയുകയാണ്. അലീന പറയാണ്, എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കണം. ഗോവർദ്ധൻ പറയാണ്, മീഡിയക്കാരൊക്കെ ഇത് വലിയ ആഘോഷമാക്കിയേക്കുവാണ്, എല്ലായിടത്തും പത്രത്തിലും ന്യൂസിലും ഒക്കെ വരാൻ തുടങ്ങി, ഇനി കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, അവൻ്റെ ജീവിതം എന്തായാലും പോയി, ചെറുപ്രായത്തിലെ അവനൊരു കുറ്റവാളിയായി, പിന്നെ ഇവിടുത്തെ പെൺപിള്ളാരുടെ കാര്യവും അതേപോലെ തന്നെ, നാണക്കേട് കാരണം പുറത്തിറങ്ങാനോ കോളേജിൽ പോകാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായില്ലേ, അവരെങ്ങനെ കോളേജിൽ പോകും, ആൾക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ അവരെന്ത് പറയും, ഗതിയും ഇങ്ങനെ ആയെന്നും പറഞ്ഞ് ഗോവർദ്ധൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അലീന പറയാണ്,
കൊല്ലപ്പള്ളിയിലെ ഹരിയാണ് ഈ കുരുക്കിലൊക്കെ ഈ രോഹിത്തിനെയും കൊണ്ടുപോയി കൊടുക്കുന്നത്. പലവട്ടം അവനോട് പറഞ്ഞു, പക്ഷെ അവനത് കേൾക്കാൻ തയ്യാറായില്ല. എപ്പോഴും ഹരിക്കൊപ്പമായിരുന്നു എന്ന് അലീന പറയാണ്. ഗോവർദ്ധൻ പറയാണ്, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും ആഘോഷിക്കാൻ ഒരു കേസായി, അത്രമാത്രം. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള നാണക്കേടുമായെന്ന് ഗോവർദ്ധൻ പറയുകയാണ്. അലീന പറയാണ്, എന്തായാലും രോഹിത്തിനെ ജാമ്യത്തിലിറക്കണം. എന്നിട്ട് അവനോട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കണം. അപ്പം അവൻ സത്യം പറയുമായിരിക്കുമെന്ന് അലീന പറയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, ഇനി ജാമ്യത്തിലിറക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ഗോവർദ്ധൻ പറയാണ്. അപ്പം അലീന പറയാണ്, തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ശിക്ഷ അനുഭവിക്കണം. അത് കൊല്ലപ്പള്ളിയിലെ ഹരി ആയാലും കടപ്പാട്ടൂരിലെ രോഹിത് ആയാലും ശിക്ഷ അനുഭവിക്കണം അലീന പറയാണ്. അപ്പം ഗോവർദ്ധൻ അത് കേട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ബാലേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അലീനയെടുത്ത് പറയാണ്. പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അലീനയെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഗോവർദ്ധൻ അവിടുന്ന് പോവുകയാണ്. അലീന ഇങ്ങനെ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ്.